എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പണ്ട് കണ്ണാടി എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ആ സ്വാഗതം പറയൽ ഇത്തരത്തിലൊരു വളരെ രസകരമായൊരു പ്രോഗ്രാമായിരുന്നു. ഏതായാലും അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം ഇന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുമില്ല. കാരണം മാർക്കറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലൊരു മാർക്കറ്റുകൾ ഇത്രത്തോളം അതായത് ശരിക്കും പറഞ്ഞാൽ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ അതൊരു കൺഫർമേഷൻ തരാതെയാണ് ഒരു സൈഡ് വേയിലൂടെ രാവിലത്തെ മോർണിംഗ് സെഷനിലൊക്കെ ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റ് തന്നെയാണ്. അതിന് ശേഷമാണ് അല്പമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം മൂവിങ് തുടങ്ങിയത്. അതായത് 1:45-2 മണിക്ക് ശേഷമാണ് താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. പക്ഷേ എന്നിരുന്നാലും കൂടുതലൊന്നും താഴത്തേക്ക് ആ സമയം മുതൽ ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് 72 പോയിൻ്റാണ് ഇറങ്ങിയിട്ടുള്ളൂ. ഓപ്ഷൻ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെട്ടെന്നുള്ള ഒരു ഇറക്കമാണെങ്കിൽ നമുക്ക് ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ബാക്കിയുള്ള സമയം മുഴുവൻ ഇന്ന് വെറുപ്പിക്കലായിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. എല്ലാ ഇൻഡെക്സുകളും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഒരു റേഞ്ച് എത്രയാണെന്ന് 38-35 പോയിൻറ്റിനകത്താണ് ട്രേഡിംഗ് നടക്കുന്നത്. നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിയും? ഏതായിരുന്നാലും മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ടെലഗ്രാമിൻ്റെ ലിങ്കുണ്ട്. ട്രേഡിങ്ങൊക്കെ ശൈലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇൻട്രാഡേക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. അത്യാവശ്യം സ്റ്റോക്കുകളൊക്കെ രാവിലെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അതൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, ഇന്ന് പ്രധാനമായും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിന് കാരണം IT അതുപോലെ ഫിനാൻഷ്യൽ സെക്ടറുകളിലെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അതുപോലെ തന്നെ ആഗോള ട്രേഡിംഗ് തടസ്സങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വമുണ്ട്. അതേപോലെ ആക്സിസ് ബാങ്ക്, വിപ്രോ, ജിയോ ഫിനാൻഷ്യൽ സർവീസസ് തുടങ്ങിയ പ്രധാന കമ്പനികളുടെ ക്വാർട്ടർലി ഏണിംഗ് റിസൾട്ടുകൾക്ക് മുമ്പുള്ള ജാഗ്രത എന്നിവയൊക്കെയാണ് ഇന്ന് ഒരു റെഡിൽ ക്ലോസ് ചെയ്യാൻ ഇന്ത്യൻ മാർക്കറ്റിനെ പ്രേരിപ്പിച്ചത്. IT, PSU ബാങ്ക് അതുപോലെ പ്രൈവറ്റ് ബാങ്ക് സ്റ്റോക്കുകളിലെ ഒരു വീക്ക്നെസ്സാണ് പ്രധാന സെക്ടറൽ മൂവിങ്ങിനെ തടസ്സപ്പെടുത്തിയത്. അതേസമയം റിയാലിറ്റി, ഫാമ, മെറ്റൽസ് തുടങ്ങിയ സെക്ടറുകൾ പ്രതിരോധശേഷി കാണിച്ചെങ്കിലും മാർക്കറ്റിനെ ഉയർത്താൻ മാത്രം അത്ര കഴിവുള്ളവരായില്ല. കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡിംഗ് ഡീലിനെക്കുറിച്ചുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അഭിപ്രായങ്ങൾ കാരണം ഇൻവെസ്റ്റർമാർ വളരെയധികം കെയർഫുള്ളായിട്ടാണ് നടക്കുന്നത്. അതും ഇന്നൊരു മൈനസിന് കാരണമായിട്ടുണ്ട്. മാത്രമല്ല നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി കൂടിയായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇൻസ്റ്റാബിളായി തുടർന്നു. ടെക്നിക്കലി ബാങ്കിങ് സെക്ടറുകളിലെ ഫസ്റ്റ് ക്വാർട്ടർലി ഏണിങ്സ് റിപ്പോർട്ടുകൾ കുറഞ്ഞതിനാൽ ആ വഴിക്കും ഇൻവെസ്റ്റർമാർ കുറച്ച് കെയർഫുള്ളായിട്ടുണ്ട്. ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളുടെ ഉയർന്ന മൂല്യനിർണ്ണയമുണ്ട്. അതിന് കാരണം ഇന്ത്യ US ട്രേഡിംഗ് ഡീലിൻ്റെ അനിശ്ചിതത്വം തന്നെയാണ്. അതോടൊപ്പം തന്നെ FISൻ്റെ അൺഫ്ലോവും അതുപോലെ റിയാലിറ്റി, ഉപഭോഗ തീം സ്റ്റോക്കുകളിലെ സെലക്റ്റഡ് പർച്ചേസിങ്ങും കാരണം ഒരുപാട് താഴേക്ക് പോകുന്നതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് സെൻസെക്സ് 375 പോയിൻ്റ് കുറഞ്ഞ് 0.45% കുറഞ്ഞ് 82,259 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50 കറക്റ്റ് 100 പോയിൻ്റ് കുറഞ്ഞ്, അതായത് 0.40% കുറഞ്ഞ് 25,111 ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബ്രോഡർ മാർക്കറ്റിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ സ്മോൾ ക്യാപ്പ് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ ബേസിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT 1.39% ഇടിഞ്ഞ് ഏറ്റവും പിന്നിലായി. ഇൻഡെക്സ് ഘടകങ്ങളിൽ LTI, മൈൻട്രി, അതുപോലെ ടെക് മഹീന്ദ്ര, പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ്, ഇൻഫോസിസ്, വിപ്രോ, എംഫാസിസ്, കോഫോർജ്, HCL ടെക് എന്നിവ ഓരോന്നും 1% ഇടിഞ്ഞിരിക്കുന്നത്. കൂടാതെ നിഫ്റ്റി ആട്ടോ, നിഫ്റ്റി ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസസ്, മീഡിയ, ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവയെല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നിഫ്റ്റി റിയാലിറ്റി 1.24% നേട്ടം കൈവരിച്ചിട്ടുണ്ട്. മെറ്റൽ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, FMCG, എനർജി, ഫാർമ എന്നിവയും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് ഘടകങ്ങളിൽ 30 സ്റ്റോക്കുകളിൽ 22 എണ്ണവും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടെക് മഹീന്ദ്ര, ഇൻഫോസിസ്, HCL ടെക്, എറ്റേണൽ, L&T, TCS എന്നിവയാണ് ഏറ്റവും പിന്നിലായത്.
2.8% വരെ അവ നെഗറ്റീവിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ടാറ്റ സ്റ്റീൽ, ട്രെൻഡ്, ടൈറ്റാൻ, ടാറ്റ മോട്ടോഴ്സ്, അൾട്രാടെക്, സൺ ഫാർമ എന്നിവയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകളും. ഇന്ത്യ വിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 0.02% ഉയർന്ന് 11.24. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് വിശേഷങ്ങൾ. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്കാൽപ്പിംഗ് നടത്തുന്നതിനേക്കാട്ടും നല്ലത് ഇതുപോലെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ പറയുന്നുണ്ടല്ലോ ഡെയിലി, അത് മാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് അത് എടുക്കുന്നതായിരിക്കും നല്ലത്. കൃത്യമായി ഒരു കുറച്ച് കൂടുതൽ സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് ഇരുന്നാൽ, അതായത് 1:2 അല്ലെങ്കിൽ 1:1 എടുത്താലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വളരെയധികം ഹാപ്പി ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ 22020 സപ്പോർട്ട് പറഞ്ഞത്. ലാസ്റ്റ് ടൈമിലാണ് ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ എൻട്രി ലഭിച്ചിട്ടില്ല. പക്ഷേ എൻട്രി ലഭിക്കുന്ന ദിവസം നമുക്ക് എന്നും പ്രോഫിറ്റാട്ടോ. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ 56,970 പറഞ്ഞത്. ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിൽ നോക്കാം, 140 പോയിൻറ്റിൻ്റെ റാലി ഡൗൺ സൈഡിലേക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എൻട്രി ലഭിച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്ക് എൻട്രി ലഭിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ചെറിയ പ്രോഫിറ്റെങ്കിലും നമുക്ക് കിട്ടാറുണ്ട്. നമുക്ക് സെൻസെക്സിലും നമുക്ക് 82,460 നമ്മൾ എൻട്രി, അതായത് ഡൗൺ സൈഡിലേക്ക്. ഈ ഒരു ക്യാൻഡിലാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത്, ഈ ഒരു സാധനം. അതിനുശേഷം റെഡ് ക്യാൻഡിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് പിടിക്കേണ്ടത്. ഇവിടെ നിന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് മേലേക്ക് പോയി, പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവില്ല. കണ്ടോ, ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്താൽ തന്നെ പിന്നീട് നെക്സ്റ്റ് ക്യാൻഡിൽ അതിന് ശേഷമുള്ളത് വീണ്ടും നമ്മളെടുത്ത, അതായത് നമ്മുടെ സപ്പോർട്ടർ ലൈനിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അതൊരു റീടെസ്റ്റാണ്. എന്നിരുന്നാലും നമുക്ക് താഴത്തേക്ക് വരുമ്പോൾ 210 പോയിൻറ്റ് സെൻസെക്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെൻസെക്സിൽ നമുക്ക് എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിൽ എൻട്രി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ദിവസങ്ങളിൽ ഇതുപോലെ നമുക്ക് കൃത്യമായൊരു സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ സെറ്റ് ചെയ്തിട്ട് അത് വാച്ച് ചെയ്ത് ഒരു ട്രേഡ് എടുക്കുന്നതായിരിക്കും ഉത്തമം എന്നാണ് വിചാരിക്കുന്നത്. ഫോളോ ചെയ്യാം. നമുക്ക് നാളെ സപ്പോർട്ടായിട്ട് ഇത് സെൻസെക്സ് ആണ്. ഇതാണ് സെൻസെക്സിൻ്റെ സപ്പോർട്ട് സോണ്. ഓക്കെ, 82,030 എത്തട്ടെ, എന്നിട്ട് മതിയാവും. റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു സോണ് വാച്ച് ചെയ്യാം, 82,580. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഇങ്ങനെ വാച്ച് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ആദ്യം സപ്പോർട്ട് പറയാം. സപ്പോർട്ട് നമുക്ക് ഈ ഒരു സോണ് എത്തിയിട്ടെടുത്താൽ മതി. 56,600. ഓക്കെ, കുറച്ച് ഡൗൺ സൈഡിലേക്ക് വന്നതിന് ശേഷമാണ് ഇവിടെ നിന്നിപ്പോൾ 56,800, 200 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്. പക്ഷേ അവിടെ നിന്ന് മതി, അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായാലോ. റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു സോണ് വാച്ച് ചെയ്യാം, 57,040. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. ഇനി നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് സപ്പോർട്ടായിട്ട് 25,065 കേട്ടോ, 25,065. അങ്ങനെ 25,065 എൻട്രി കിട്ടുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഇത് വാച്ച് ചെയ്യണം, 46 പോയിൻറ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട, സപ്പോർട്ടായിട്ട് ഈ ഒരു സോണ് വാച്ച് ചെയ്താൽ മതി. 25,020, 25,020 സപ്പോർട്ട്. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് 25,205 ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കാം. പക്ഷേ 25,205 നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു 25,250 എന്നുള്ളത് ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് സോണാണ്. ഓക്കെ, ഇവിടെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ തന്നെ ഒരുപാട് തവണ റിവേഴ്സൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയാലും ഒരുപാട് തവണ റിവേഴ്സ് വന്നിട്ടുണ്ട്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയാലും
ഒരു 4-5 ദിവസം ഈ ഒരു സോണിനെ റെസ്പെക്റ്റ് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാളെ ആ ഒരു 50 പോയിൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യണ്ട. നമുക്ക് നിഫ്റ്റിയിൽ എൻട്രി ലഭിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. 25,250 മുകളിൽ എടുത്താൽ മതി. സപ്പോർട്ട് 25,020. അപ്പോൾ ഈ ലെവൽ നാളെ നിഫ്റ്റിയിലും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് കൃത്യമായി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈനുകൾ വരയ്ക്കുക. നാളെ ബ്രേക്കൗട്ട് ചെയ്യണമെങ്കിൽ, അതായത് ഒരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണം. ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കണം. ഓക്കെ, ഇങ്ങനെ നിൽക്കണം. അതായത് ഈ ലൈനിന് മുകളിലായിരിക്കണം ക്ലോസ് ചെയ്യേണ്ടത്. ഇനി ഈ ലൈനിന് മുകളിൽ പോകാതെ, അതായത് ലൈനിന് മുകളിൽ പോയി, ഏത് വിക്ക് പോയി, എന്നാൽ ബോഡി താഴെയാണ്, എന്ത് ചെയ്യണം? എടുക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ. ഞങ്ങളുടെ വീഡിയോ ഇതുപോലെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.